ഡോക്ടർ എഴുതുന്ന മരുന്നിനേക്കാൾ ശക്തമായിരിക്കും അദ്ദേഹം കാണിക്കുന്ന ദയയും സ്നേഹവും അതേപോലെ പറയുന്ന ആശ്വാസ വാക്കുകളും. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ശ്രീശൻ തയ്യിൽ. എല്ലാ ദിവസത്തെയും പോലെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. ഇന്ന് അതിമനോഹരമായ ഒരു ദിവസമാണ്. ഇന്ന് മെയ് 19, ലോകമെങ്ങും വേൾഡ് ഫാമിലി ഡോക്ടേഴ്സ് ഡേ, ലോക ഫാമിലി ഡോക്ടർ ദിനമായി ആഘോഷിക്കുന്ന മഹത്തായ ദിവസമാണ് ഇന്ന്. എന്തുകൊണ്ട് മെയ് 19 ഈ ദിവസമായി ആഘോഷിക്കുന്നു? ആരാണ് ഡോക്ടർ? എന്താണ് ഡോക്ടറും ഫാമിലി ഡോക്ടറും തമ്മിലുള്ള വ്യത്യാസം? ഫാമിലി ഡോക്ടർമാരുടെ ചുമതലയും പ്രാധാന്യവും എന്താണ്? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. 2010 വേൾഡ് ഓർഗനൈസേഷൻ ഓഫ് ഫാമിലി ഡോക്ടേഴ്സ് ആണ് ഈ ദിനം ആദ്യമായി പ്രഖ്യാപിച്ചത്. സമൂഹത്തിൽ പ്രാഥമിക ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ജനറൽ ഫിസിഷ്യന്മാരുടെ അഥവാ ഫാമിലി ഡോക്ടർമാരുടെ വിലമതിക്കാനാവാത്ത സംഭാവനകളെ ആദരിക്കാനും അവർക്ക് നന്ദി പറയാനും ബഹുമാനം പ്രകടിപ്പിക്കാനുമാണ് ഈ ദിനം മാറ്റിവെച്ചിരിക്കുന്നത്. ആരാണ് ഒരു ഡോക്ടർ? ഫാമിലി ഡോക്ടറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കണ്ടേ. ഒരു സാധാരണ ഡോക്ടർ അഥവാ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ എന്നത് ഒരു പ്രത്യേക രോഗത്തിനോ ശരീരഭാഗത്തിനോ മാത്രം ചികിത്സ നൽകുന്നയാളാണ്. എന്നാൽ ഒരു ഫാമിലി ഡോക്ടർ എന്നാൽ ഒരു വ്യക്തിയുടെ ജനനം മുതൽ വാർദ്ധക്യം വരെയുള്ള എല്ലാ ആരോഗ്യ കാര്യങ്ങളും അറിയുന്ന, ഒരു കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളുടെയും ആരോഗ്യ ചരിത്രം കൃത്യമായി മനസ്സിലാക്കുന്ന ആളാണ്. അവർ വെറുമൊരു ഡോക്ടറല്ല, കുടുംബത്തിലെ ഒരംഗത്തെ പോലെയാണ്. ഫാമിലി ഡോക്ടറുടെ ചുമതലയും പ്രാധാന്യവും എന്താണെന്ന് നമുക്ക് നോക്കണ്ടേ. ഒന്ന്, പതിവ് ആരോഗ്യ പരിശോധനകൾ, റെഗുലർ ചെക്കപ്സ്. വലിയ രോഗങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ അവയെ കണ്ടെത്താൻ പതിവ് പരിശോധനകളിലൂടെ ഇവർ സഹായിക്കുന്നു. രണ്ടാമത്, രോഗപ്രതിരോധമാണ്, ഡിസീസ് പ്രിവെൻഷൻ. ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, പ്രഷർ എന്നിവ വരാതിരിക്കാൻ കൃത്യമായ മാർഗനിർദ്ദേശം ഫാമിലി ഡോക്ടർ നൽകുന്നു. മൂന്നാമതായി, പ്രാഥമികവും ദീർഘകാലവുമായ പരിചരണം. ഏത് ആരോഗ്യ പ്രശ്നം വന്നാലും നാം ആദ്യം സമീപിക്കുന്നത് ഇവരെയാണ്. വർഷങ്ങളായുള്ള പരിചയം കൊണ്ട് കൃത്യമായ ചികിത്സ ഉറപ്പാക്കാൻ ഇവർക്ക് സാധിക്കുന്നു. ഒരു നല്ല ഡോക്ടർ രോഗത്തെ ചികിത്സിക്കുന്നു, എന്നാൽ ഒരു മികച്ച ഡോക്ടർ രോഗബാധിതനായ വ്യക്തിയെ ചികിത്സിക്കുന്നു എന്ന് വില്യം ഓസ്ലർ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഒരു ഫാമിലി ഡോക്ടർ ഒരു കപ്പലിൻ്റെ ലൈറ്റ് ഹൗസ് പോലെയാണ്. ആരോഗ്യമാകുന്ന കടലിൽ നമ്മൾ വഴിതെറ്റാതെ പ്രകാശം നൽകി അവർ നമ്മെ നയിക്കുന്നു. ഡോക്ടറെ കുറിച്ച് ഓർക്കുമ്പോൾ അടുത്ത് വായിച്ച ഒരു കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഒരിക്കൽ ഒരു വൃദ്ധനായ മനുഷ്യൻ തൻ്റെ ഫാമിലി ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ കുറിച്ചു നൽകിയ മരുന്നുകളേക്കാൾ ഉപരിയായി അവർ സംസാരിച്ചത് അവരുടെ പഴയ ഓർമ്മകളെക്കുറിച്ചാണ്. തിരികെ പോരുമ്പോൾ ആ വൃദ്ധനായ രോഗി പറഞ്ഞു, ഡോക്ടർ, നിങ്ങളുടെ മരുന്നിനേക്കാൾ വേഗത്തിൽ എന്നെ സുഖപ്പെടുത്തിയത് നിങ്ങളുടെ ആ ചിരിയും ദയയും സ്നേഹവും കരുതലുമാണ്. എന്താണ് ഈ കഥയുടെ ഗുണപാഠം സുഹൃത്തുക്കളെ? ഒരു ഡോക്ടറുടെ ഏറ്റവും വലിയ മരുന്ന് അയാളുടെ അറിവിനേക്കാൾ ഉപരി രോഗിയോടുള്ള സ്നേഹവും കാരുണ്യവും അനുകമ്പയും ആണ്, അല്ലേ? ഡോക്ടർ എന്നത് ഒരു തൊഴിലല്ല, അതൊരു വലിയ സമർപ്പണമാണ്. ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധമാണത്. പ്രിയപ്പെട്ടവരെ, മെഡിക്കൽ രംഗം ഇന്ന് വലിയൊരു ബിസിനസ്സായി മാറിക്കൊണ്ടിരിക്കുമ്പോഴും
രോഗികളുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഒരുപാട് ഫാമിലി ഡോക്ടർമാർ നമുക്ക് ചുറ്റുമുണ്ട്. അവരെ ബഹുമാനിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇന്ന് നമ്മൾ ലോക ഫാമിലി ഡോക്ടർ ദിനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും സ്പെഷ്യലിസ്റ്റുകളും ഫാമിലി ഡോക്ടർമാരും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചും കൃത്യമായ ഇടവേളകളിലുള്ള പരിശോധനകൾ എങ്ങനെ വലിയ രോഗങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കും എന്നും മനസ്സിലാക്കി. ഈ പ്രസംഗം കേട്ട് നിങ്ങൾ മടങ്ങുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുക: നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും വർഷങ്ങളായി ചികിത്സിക്കുന്ന ആ ഫാമിലി ഡോക്ടറെ ഇന്ന് ഫോണിൽ വിളിച്ചോ നേരിട്ട് കണ്ടോ ഒരു ഹാപ്പി ഫാമിലി ഡോക്ടർ ഡേ ആശംസിക്കുക. ഒപ്പം ഒരു വലിയ നന്ദിയും പറയുക. നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും ആരോഗ്യത്തിനായി ഒരു ഫാമിലി ഡോക്ടറുടെ സേവനം എന്നും നിങ്ങൾ ഉറപ്പിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇത്രയും നേരം ഈ ചെറു പ്രസംഗം കേട്ട നിങ്ങളോട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ശ്രീശൻ തയ്യിൽ. താങ്ക് യു വെരി മച്ച് ആൻഡ് വിഷ് ഓൾ ഓഫ് യു എ സ്പെഷ്യൽ ഫാമിലി ഡോക്ടേഴ്സ് ഡേ. അടുത്ത ദിവസത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം, വീണ്ടും കേൾക്കാം.